ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നാം വിചിന്തനം ചെയ്യുന്ന വിഷയം, കുറേ സംഭവങ്ങൾ കേട്ടതിൻ്റെ വെളിച്ചത്തിൽ ദൈവവചനം ചേർത്ത് ഈ ഒരു വിഷയം ഞാൻ അവതരിപ്പിക്കാം. നിന്റെ അഭിലാഷം അടിവസ്ത്രത്തിലോ, അതൊരു വൈകൃതമാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. കുറേ സംഭവങ്ങൾ, ഞാൻ ഈ ഹോസ്റ്റലിൽ കഴിയുന്ന പെൺകുട്ടികൾ, അതല്ലെങ്കിൽ പറമ്പിൽ തുണി അലക്കാനിട്ടത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കാണാനില്ല, അടിച്ചു മാറ്റി മോഷ്ടിച്ചുകൊണ്ട് പോകുന്നു. ചിലർക്ക് അങ്ങനെ ഒരു പ്രവണതയുണ്ട്. ഓപ്പോസിറ്റ് സെക്സിൻ്റെ അടിവസ്ത്രത്തോട് ഒരു കമ്പം. അങ്ങനെ വന്നു കഴിയുമ്പോൾ അതിന് ഇംഗ്ലീഷിൽ ഒരു പദവും ഉപയോഗിച്ചിട്ടുണ്ട്, ഫെസ്റ്റിഷിസം. ഇത് വന്നു കഴിഞ്ഞാൽ ഇതുപോലത്തെ ചില വൈകൃതങ്ങൾ, നമ്മളിതേക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇത് വൈകൃതമാണ്, മഹാവൈകൃതമാണ് എന്നുള്ളത് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. ചില സംഭവങ്ങളൊക്കെ ഈ ശുശ്രൂഷകരുടെ ഭാഗത്തു നിന്നും പോലും വന്നിട്ടുള്ള ചില ഡീവിയേഷൻസ്, വ്യതിചലിച്ചു പോയ ചില അവസ്ഥകൾ. കൗൺസിലിങ്ങിൻ്റെ സമയത്ത് അറിയേണ്ടത് അവരിട്ടിരിക്കുന്ന അടിവസ്ത്രത്തിൻ്റെ കളറാണോ, അതല്ലെങ്കിൽ ബെഡ്റൂമിലെ കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഫോക്കസ് ചെയ്ത് അത് പറയിപ്പിക്കാൻ നോക്കുന്ന വ്യക്തികൾ, അതെല്ലാം ഡീവിയേഷൻ. ശരിക്കും പറഞ്ഞാൽ ശുശ്രൂഷ ജീവിതത്തിൽ വന്ന ചില വ്യതിയാനങ്ങൾ അവരെ തെറ്റായ മാർഗത്തിലേക്ക് വഴുതി വീണതിൻ്റെ സൂചനയാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത് എടുക്കേണ്ട പോലെ എടുക്കുന്നില്ലെങ്കിൽ നമുക്ക് കൂടുതൽ പ്രശ്നങ്ങളുണ്ടാകാം എന്നുള്ളത് പറഞ്ഞു കൊടുത്തിട്ടുള്ള ഒരു കാര്യമാണ്. ചിലർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പം ഞാൻ സൂചിപ്പിച്ച ഒരു കാര്യം, എന്നിട്ട് നിങ്ങൾ അവർ ചോദിച്ചപ്പോൾ അതനുസരിച്ച് മറുപടി പറഞ്ഞു. അത് അന്നേരം ഞാൻ അങ്ങനെ അങ്ങ് പറഞ്ഞു പോയി. അവർ നിങ്ങളെയാണ് കുറ്റപ്പെടുത്തേണ്ടത്. കാരണം ഒരു കൗൺസിലിംഗ് നടക്കുമ്പോൾ അതിൽ പറയേണ്ട വിഷയങ്ങൾ, അതിൽ സൂചിപ്പിക്കേണ്ട കാര്യങ്ങളാണ് സൂചിപ്പിക്കേണ്ടത്. അതിന് പുറത്തുള്ള കാര്യങ്ങൾ ഒരു കാരണവശാലും നമ്മളത് പറയാനായിട്ട് നമുക്കൊരു ബാധ്യതയില്ല. ഇനി അങ്ങനെ ഒരാൾക്ക്, കൗൺസിലിംഗ് നടത്തുന്ന ഒരാൾക്കാണേലും മാർഗഭ്രംശം സംഭവിച്ചു എന്ന് തിരിച്ചറിഞ്ഞാൽ എത്രയും വേഗം ആ ഒരു പ്രോഗ്രാം നിർത്തിയിട്ട് നമ്മൾ അവിടുന്ന് രക്ഷപ്പെടാൻ നോക്കുക എന്നുള്ളതാണ് വിവേകം എന്ന കാര്യം നമ്മൾ തിരിച്ചറിയുക. ദൈവത്തിൻ്റെ അഭിലാഷത്തെക്കുറിച്ച് വചനം പഠിപ്പിക്കുന്നുണ്ട്. അതുമായിട്ട് വല്ലതും ചേർന്ന് പോകുന്നതാണോ നമ്മുടെ അഭിലാഷം, അതോ അതിനേക്കാളെല്ലാം വളരെ വളരെ തരം താഴ്ന്ന അഭിലാഷങ്ങളുടെ അടിമത്തത്തിലേക്ക് നമ്മൾ വീണുപോയോ തിരിച്ചറിയണം. യാക്കോബ് 4-ാം അധ്യായം 5-ാമത്തെ വചനം അവിടെ പറയാണ്, നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിനെ ദൈവം അസൂയയോടെ അഭിലഷിക്കുന്നു. ഒരു കാര്യം നമ്മൾ തിരിച്ചറിയണം, ഒരു ശുശ്രൂഷയ്ക്ക് ഇരിക്കുമ്പോഴാണേലും നമ്മുടെ മുമ്പിലിരിക്കുന്ന വ്യക്തിക്ക് ആത്മാവുമുണ്ട്, അടിവസ്ത്രമുണ്ട്. നമ്മൾ അതിൽ ഏതാണ് ശ്രദ്ധിക്കുന്നത്, ഏതാണ് അഭിലഷിക്കുന്നത് എന്ന കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ദൈവത്തിൻ്റെ അഭിലാഷം ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, നിന്നിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിനെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അഭിലഷിക്കേണ്ടത്. എൻ്റെ ആത്മാവിനെ, മറ്റുള്ളവരുടെ ആത്മാവിനെ ഞാൻ ഏറ്റവും കൂടുതൽ അഭിലഷിക്കണം. ഇതുപോലെ തന്നെ മറ്റു ചില കാര്യങ്ങൾ, 1 തെസ്സലോനിക്ക 4-ാം അധ്യായം 3 മുതൽ വായിക്കുമ്പോൾ നമ്മുടെ വിശുദ്ധീകരണം ദൈവം അഭിലഷിക്കുന്നു. നമുക്ക് തെറ്റുപറ്റിയാലും പാപത്തിൽ വീണാലും എത്രയും നേരത്തെ നമ്മൾ വിശുദ്ധീകരിക്കപ്പെട്ട്, ഒരു നല്ല കുമ്പസാരം വേണമെങ്കിൽ ആ കുമ്പസാരത്തിലൂടെ വിശുദ്ധീകരിക്കപ്പെട്ട് നമ്മൾ ദൈവകൃപയിലേക്ക് വീണ്ടെടുക്കപ്പെടണം. അത് ദൈവം അഭിലഷിക്കുന്ന ഒരു കാര്യമാണ്. 1 തീമോത്തി 2-ാം അധ്യായം 4-ാമത്തെ വചനം എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും സത്യമറിഞ്ഞ് രക്ഷിക്കപ്പെടണം. അതാണ് ദൈവത്തിൻ്റെ അഭിലാഷം. ദൈവം ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് നാം എല്ലാവരും സത്യം അറിയണം, അതിലൂടെ രക്ഷ പ്രാപിക്കണം എന്നുള്ളത്. ഇങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് ചേർന്ന് പോകുന്നതാണോ നമ്മുടെയൊക്കെ അഭിലാഷം? നമ്മോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. നമ്മുടെ അഭിലാഷം തറയാകുന്നത് എപ്പോഴാണ്? ദൈവത്തിൻ്റെ അഭിലാഷം, മഹനീയമായ അഭിലാഷം. നമ്മുടെയൊക്കെ അഭിലാഷം തറയാകുന്നത് എപ്പോഴാണ്? പ്രഭാഷകൻ 6-ാം അധ്യായം 2 മുതൽ വായിച്ചാൽ, അഭിലാഷങ്ങൾക്ക് അടിപ്പെടരുത് ഇതിനെ സൂചിപ്പിക്കുന്നതാണ്. വചനഭാഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അഭിലാഷങ്ങൾക്ക് അടിപ്പെടരുത്. അടിപ്പെട്ടാൽ അവസാനം നീ ഒരു ഉണക്കമരമായി മാറും. നിന്റെ ആത്മീയതയും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം, ആത്മീയതയുടെ ആ പ്രസരിപ്പ്, പച്ചപ്പ്, അതെല്ലാം നഷ്ടപ്പെട്ടിട്ട് വെറും ഒരു ഉണക്കമരം പോലെ നീ ആയി മാറും. ഗലാത്യർ 5:16 പറഞ്ഞിട്ടുണ്ട്, ജഡമോഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത്. സദാ നമ്മൾ ജഡമോഹത്തെ തൃപ്തിപ്പെടുത്തി ജീവിക്കുന്നവരാണെങ്കിൽ റിസൾട്ട് എന്തായിരിക്കും? റോമ 8:13 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, ജഡികരായി ജീവിച്ചാൽ നിങ്ങൾ തീർച്ചയായും മരിക്കും. നമ്മൾ അഭിലഷിക്കേണ്ടത് നമ്മുടെ ആത്മാവിൻ്റെ നന്മയാണ്, ആത്മീയ ജീവിതമാണ്, ആത്മീയ കാര്യങ്ങളാണ് എന്ന് ഈ വചനങ്ങളെല്ലാം നമ്മെ ഓർമ്മിപ്പിക്കുക. അടുത്തായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മെ വിരൂപമാക്കുന്ന ഒരു കാര്യമാണ് ഫെറ്റിഷിസം. ഇന്ന് കാണാൻ സാധിക്കും, ചിലർക്ക് ഈ ചില കമ്പം, അമിതമായിട്ടുള്ള ആഗ്രഹം, ചിലരുടെ കാലിനോട് കമ്പം, മറ്റു ചില ശരീരഭാഗങ്ങളോട് കമ്പം, വേണമെങ്കിൽ അടിവസ്ത്രത്തോട് കമ്പം. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒരു ഡീവിയേഷനാണ്, വൈകൃതമാണ് എന്നുള്ളത് സൈക്കോളജിക്കലി ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകും. അതുപോലെ തന്നെ വചന വെളിച്ചത്തിൽ ചിന്തിച്ചാലും അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇതുപോലുള്ള മറ്റൊരു വൈകൃതമാണ് ട്രാൻസ്വെസ്റ്റിസം എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സെക്സിൻ്റെ ഡ്രസ്സ് ധരിക്കാനും അതുപോലെ തന്നെ അതിനോട് അമിതമായിട്ടുള്ളൊരു താല്പര്യം. എനിക്കറിയാം, ഒരു വ്യക്തി, അവർ ഡ്രസ്സൊക്കെ വാങ്ങിച്ചു വെച്ചിരിക്കുകയാണ് സ്ത്രീകളുടെ, ഇത് പുരുഷനാണ്,
രാത്രി കിടക്കുമ്പോൾ അങ്ങനെയുള്ള ഡ്രസ്സൊക്കെ ധരിച്ചാണ് കിടക്കുന്നത് എന്ന്. ഇതെല്ലാം ഒരു വൈകൃതമായിട്ട് നമ്മൾ കാണേണ്ട കാര്യമാണ് എന്നുള്ളത് തിരിച്ചറിയണം. അവസാനമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, നാം മറക്കരുതാത്ത ചില വചന സന്ദേശങ്ങളുണ്ട്. ഈ സന്ദേശങ്ങൾ ഒരിക്കലും നമ്മൾ മറക്കരുത്. മറക്കുമ്പോഴാണ് നമ്മൾ വൈകൃതങ്ങളിലേക്ക് അധപ്പതിക്കുക. മത്തായി 6:28 അവിടെ പറഞ്ഞിട്ടുണ്ട്, വസ്ത്രത്തെക്കാൾ വിലപ്പെട്ടതാണ് ശരീരം. ഒരു വ്യക്തിയുടെ ശരീരം വസ്ത്രത്തെക്കാൾ വിലപ്പെട്ടതാണ് എന്നുള്ളത് മനസ്സിലാക്കണം. അതുപോലെ തന്നെ മറ്റൊന്ന്, ശരീരത്തെക്കാൾ വിലപ്പെട്ടതാണ് മനസ്സ്. 2 ദിനവൃത്താന്തം 1:7 മുതൽ വായിക്കുമ്പോൾ സോളമൻ സമ്പത്തിനല്ല പ്രാധാന്യം കൽപ്പിച്ചത്. അവൻ പറഞ്ഞു, ജ്ഞാനവും വിവേകവും. വിവേകം മനസ്സുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് നമ്മുടെ സൗന്ദര്യമുള്ള ശരീരത്തെക്കാൾ പ്രധാനപ്പെട്ടതാണ് വിവേകമുള്ള മനസ്സ്. മത്തായി 16:26 വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ മനസ്സിനേക്കാൾ ശരീരത്തെക്കാളൊക്കെ ഒരുപാട് വിലയുള്ളതാണ് നമ്മുടെ ആത്മാവ്. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും അവൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ അവൻ എന്ത് നേടി എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ്. പ്രഭാഷകൻ 18:10 വചനം പഠിപ്പിക്കുന്നുണ്ട്, ഇഹലോക ജീവിതത്തെക്കാൾ എത്രയോ പ്രധാനപ്പെട്ടതാണ് പരലോക ജീവിതം. ഇനി അതിനെ താരതമ്യപ്പെടുത്തിയിരിക്കുന്നത് എങ്ങനെയാണ്? മരണാനന്തര ജീവിതത്തോട് തുലനം ചെയ്യുമ്പോൾ ഈ ലോക ജീവിതം കടൽ തീരത്ത് കിടക്കുന്ന ഒരു മണൽത്തരി പോലെയാണ്. കടലിലെ വെള്ളത്തിൽ ഒരു തുള്ളി വെള്ളം പോലെയാണ്. അതുകൊണ്ട് നമുക്ക് മരണാനന്തര ജീവിതം, ഇഹലോക ജീവിതത്തെക്കാൾ പരലോക ജീവിതം, അതിന് പ്രാധാന്യം കൽപ്പിച്ച് ജീവിക്കാൻ പറ്റണം. നമുക്ക് ആ ഒരു തീരുമാനമെടുത്തുകൊണ്ട് ഇതിൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് ശിരസ്സ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദവും സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.